എങ്ങനെയായിരുന്നു ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോയത്? വെള്ളം കിട്ടുന്ന ഏരിയ ആയിരുന്നു. എന്താ വേറെ എന്തെങ്കിലും ഫുഡ്സോ എന്തെങ്കിലും കയ്യിലുണ്ടായിരുന്നു? ഡ്രൈ ഫുഡ്സോ ഓൺലി വാട്ടർ? ഈ ട്രെക്കിങ്ങിന് പോകുന്ന സമയത്ത് വീട്ടിൽ പറയാറില്ല എന്ന് പറഞ്ഞു. ഒരു അമ്മയും അച്ഛനൊക്കെ പറഞ്ഞു. ഇനി പറയോ? വലിയ താല്പര്യമില്ല. അടുത്ത ട്രക്കിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അടുത്ത് തന്നെ ഉണ്ടാവോ? ഈ ചൂടുകാലം കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോകുന്നത്? ഫേമസ് ആയില്ലേ? ഇനിയിപ്പോ ഏത് വഴിയിൽ പോയാലും എല്ലാവരും ഐഡന്റിഫൈ ചെയ്യും. ഇനിയും ഇത്തരം വനമേഖലയാണോ ട്രക്കിങ്ങിന് ചൂസ് ചെയ്യുന്നത്? നിങ്ങളിങ്ങനെ സോളോ ട്രാവൽ തുടങ്ങിയിട്ട് എത്ര കാലമായി? പറയാതെ പോയത് ഓർമ്മ ഉണ്ടാവും. അവിടെ സേഫായിട്ട് പുറത്ത് വന്നു ഫോണിൽ വിളിച്ചല്ല. ഒരു മൊമെന്റും വീട്ടിൽ കണ്ടു, ആൾക്കാരൊക്കെ കണ്ടപ്പോഴുള്ള ഒരു മൊമെന്റ് എത്രത്തോളം ഹാപ്പിയാണ്? അവിടുന്ന് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ തിരിച്ചു വരാവുന്ന ചെറിയൊരു ട്രക്കിംഗ് ആണ് കരുതിയിരുന്നത്, അതുകൊണ്ടാണ് ഫുഡൊന്നും എടുക്കാതെ പോയതെന്ന് പറഞ്ഞു. ഇത് ചെയ്തതിൽ ഏറ്റവും വലിയ പീക്ക് ഏതാണ്? ഇത് സോളോ ട്രിപ്പായിരുന്നു ഇപ്പോഴും ഈ പോയത്? ഇങ്ങനൊരു അബദ്ധം പറ്റിയപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, വഴി തെറ്റിയപ്പം തെറ്റിയും തോന്നിയൊരു മൊമെന്റിൽ തിരിച്ച് സെയിം ഡേ പീക്കിലേക്ക് തിരിച്ച് കയറിയാൽ മതിയായിരുന്നു. പിന്നീട് ഈ 3-4 രാത്രികൾ അവിടെ അങ്ങനെ പാറപ്പുറത്ത് പറഞ്ഞല്ലോ, വന്യമൃഗ ശല്യമുള്ള മേഖലയാണ്. ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു? ഇല്ല ഇല്ല, ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നൈറ്റിലൊക്കെ ഇപ്പം എന്താണ് കൈവശം ഉണ്ടായിരുന്നത്? അവിടെ കിടക്കണം എങ്ങനെയാണ് ദിവസങ്ങൾ കടന്നു പോയത്? ക്യാമറ, ഓഫായ ഫോൺ, പിന്നെ ജാക്കറ്റ് ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളം കിട്ടുന്ന ഏരിയ ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ കൂടെ 9 പേര് ചെക്ക് പോസ്റ്റ് കിടക്കുന്ന സമയത്ത് 9 പേരോ 10 പേരോ കൂടെ ഉണ്ടായിരുന്നില്ല? 50 പേരുണ്ടായിരുന്നു. പിന്നെ ഒരു 2 പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒന്നിച്ച് തന്നെ ആയിരുന്നോ ട്രക്ക് ചെയ്ത്? ക്ലൈംബ് ചെയ്യുമ്പോൾ അതിലൊരു 6 പേര് ഫ്രണ്ടിലുണ്ടായിരുന്നു, 3 പേര് ബാക്കിലായിരുന്നു. ഞാൻ ഇൻ ബിറ്റ്വീൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കയറുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ചെറിയ വീസിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഇവരുടെ 2 പേരും നടുവിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇറങ്ങുമ്പോഴേക്കും വേറെ 2 പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെയാണ് ഇറങ്ങാൻ തുടങ്ങിയത്. പിന്നെ അവർ ഇൻ ബിറ്റ്വീൻ ഒരു പാറയുടെ അവിടെ ഇരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഫ്രണ്ടിലെത്തി. അപ്പം അവരെ വെയിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചിട്ട് അവിടെ നിന്നായിരുന്നു. കുറച്ച് തിരിഞ്ഞ് നോക്കിയപ്പം ആളെ കാണില്ല. നോർമലി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ സമയത്ത് കോൺടാക്ട് നമ്പറൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല? വിളിക്കാനൊന്നും പറ്റില്ല? അവിടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. മകള് സുരക്ഷിതമായി തിരിച്ചെത്തി. എന്താ അച്ഛന് പറയാനുള്ളത്? ഇനി വിടുവോ? ഇനി പോവാൻ വിടുവോ? പറഞ്ഞിട്ട് പോകണം അല്ലേ? പോകുമ്പോൾ എങ്ങോട്ടാ പോകുന്നത്, എപ്പോഴാണ് പോകുന്നതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകാം അല്ലേ? പിന്നെ മോളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം തന്നെ ഇനിയും ഇത്തരം യാത്രകൾ തുടരട്ടെ എന്നുള്ളതാണ് സത്യം. എന്തായാലും രാത്രി പ്രകടം പിടിച്ച സ്ഥലത്തേക്ക് അമ്മയോട് സംസാരിച്ച സമയത്തെ മകള് വളരെ ബോൾഡാണ്, അതുകൊണ്ട് ആപത്തൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അമ്മ മകള് തിരിച്ചെത്തി കഴിയുമ്പോൾ എന്താ തോന്നുന്നത്?